ഞാനിവിടെ കുതിർത്ത് വെച്ച അരക്കപ്പ് കടല 1/4 സ്പൂൺ മഞ്ഞളും 1/4 സ്പൂൺ മുളകും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. അതൊരു 5 വിസിലാവുമ്പോഴേക്ക് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. ഞാനിവിടെ പച്ചക്കായ, ചേനയും മഞ്ഞളും മുളകും ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് അടുത്തൊരു പാൻ വെച്ച് ഇതിൽ വെളിച്ചെണ്ണയും കടുകും ഒരു 2 വറ്റൽമുളകും 1/2 ടീസ്പൂൺ ജീരകവും ചെറിയ ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ വെന്ത് വന്നിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളത്തോട് കൂടി വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലാം ഒന്ന് മിക്സാക്കി ഇനി ഇതിലേക്ക് ഞാനൊരു ക്യൂബ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇനി ആ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്ന് ഒരു 1/4 ഭാഗം തേങ്ങ എടുത്ത് ഒന്ന് അരച്ച് വെക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/4 to 1 ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. ഈ തേങ്ങയിലേക്ക് ആ കുരുമുളക് കൂടി ആഡ് ചെയ്തിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.